Stay tuned to Kids Corner and set free from all tensions and worries. അങ്ങനെ ഒരു അവധിക്കാലം കൂടി ഇങ്ങെത്തി. ഒരു ബോറടിക്കാറ്. അതെന്താ, നിനക്ക് ഹോളിഡേയ്സ് ഇഷ്ടമല്ലേ? ഹോളിഡേയ്സ് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എന്നാലും ക്ലാസ് റൂമിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ ഏറ്റവും ഇഷ്ടം. ആട്ടെ, നീ ഹോളിഡേയ്സിൽ എന്തൊക്കെ ചെയ്യും? എന്ത് ചെയ്യാൻ, ടി വി കാണും, സിനിമ കാണും, വീഡിയോ ഗെയിം കളിക്കും, പ്ലേ സ്റ്റേഷൻ കളിക്കും. ആകെയുള്ളൊരു ആശ്വാസം അമ്മേൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അയ്യോ, മുഴുവൻ സമയം ടി വിയുടെ മുമ്പിലിരിക്കോ? അത്ര ബോറ് പരിപാടി അറിയില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും കളിക്കൂലേ? എന്ത് കളി? ഞാൻ ഷട്ടിൽ കളിക്കും, ബാഡ്മിൻ്റൺ കളിക്കും, ബോട്ടി കളിക്കും, ചെസ്സ് കളിക്കും, എന്തെല്ലാം കളികൾ. അപ്പം നിങ്ങൾ ടി വി കാണാറേ ഇല്ല? ടി വി കാണാറുണ്ട്, പക്ഷേ ഒരു പ്രോഗ്രാമിൻ്റെ സമയം വെച്ച് ആ പ്രോഗ്രാം മാത്രം കാണും. എൻ്റെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട്, ടി വിയിലുള്ള എല്ലാ പ്രോഗ്രാമും കുട്ടികൾക്ക് കാണാൻ പറ്റുന്നല്ലെന്ന്. അത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? എനിക്കറിയില്ല. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വെക്കേഷനൊക്കെ തുടങ്ങി എല്ലാവരും അടിച്ചു പൊളിച്ച് കളിച്ച് ടി വി ഒക്കെ കണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ ഈ വെക്കേഷൻസിന് ഏറ്റവും കൂടുതൽ എന്താ ചെയ്യണത്? നിങ്ങൾ എന്താ ചെയ്യണത്? ടി വി ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ അപ്പുക്കുട്ടൻ്റെയും തോമസ് കുട്ടിയുടെയും കോൺവെർസേഷൻ കേട്ടു. നമ്മുടെ ടോപ്പിക് ഇന്ന് മീഡിയ ആണ്. നമ്മൾ ഈ വെക്കേഷന് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മീഡിയ ആയതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം ഇല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ എപ്പിസോഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് തീരുമാനമാകും നമ്മൾ എങ്ങനെയാണ് ഈ മീഡിയ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അങ്കിളുടെ അടുത്ത് പോവാം. അതിന് മുമ്പ് ഇന്നത്തെ വചനം പഠിക്കാം. ഇന്നത്തെ വചനം കുറച്ച് വലുതാണ്, പക്ഷെ ഈസിയാണ്. ഞാൻ ആദ്യം പറയുന്നിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യേക ലോകത്തിൻ്റേതാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യേക ലോകത്തിൻ്റേതാണ്. ഓക്കെ, ഇനി സുഹൃത ജപം. ഈശോയെ ഞങ്ങൾക്ക് വിശുദ്ധി നൽകണമേ. ഈശോയെ ഞങ്ങൾക്ക് വിശുദ്ധി നൽകണമേ. ഓക്കെ. വീട്ടിൽ ടി വി കാണാനും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും പലപ്പോഴും സമ്മതിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ഒത്തിരി വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികൾ അധികമായിട്ട് ടി വി ഉപയോഗിക്കുന്നു അല്ലെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുള്ളത്. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് നമുക്ക് ശരിയായ കാഴ്ച ഉണ്ടാവണം എന്നുള്ളതാണ്, ശരിയായിട്ടുള്ളൊരു കാഴ്ച. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നമ്മളിപ്പോൾ അതായത് ഒരു 2 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പിൾ കൊടുത്തിട്ട് അമ്മ ഒരു കത്തിയും കൂടെ കൊടുത്തിട്ട് മോനെ ഇത് മുറിച്ച് നിങ്ങൾ നീ കഴിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് കുട്ടിക്ക് അറിയില്ല അല്ലേ? കത്തി കൊണ്ട് ഒരിക്കലും ഒരു അമ്മമാരും അങ്ങനെ ചെയ്യില്ല, കത്തി കൊടുക്കില്ല, അങ്ങനെ ആപ്പിൾ കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ പേരൻസ് വഴിയായിട്ടും നമ്മുടെ മുതിർന്നവർ വഴിയായിട്ടുമാണ് ശരിയായ കാഴ്ച കാണാൻ നമ്മൾക്ക് അവരിലൂടെയാണ് സാധിക്കുന്നത്. അപ്പോൾ അവരതുകൊണ്ട് തന്നെയാണ് നമ്മളെ ശരിയായ കാഴ്ചകൾ കാണാൻ വേണ്ടി. നമുക്ക് തന്നെ അറിയില്ല ഏതൊക്കെ പ്രോഗ്രാംസാണ് നല്ലത്, ടി വിയിൽ കാണുന്ന ഏതൊക്കെ പ്രോഗ്രാംസാണ് നല്ലത്, അല്ലെ ഇൻ്റർനെറ്റ് എങ്ങനെ ആരോഗ്യകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതൊന്നും നമുക്ക് പലപ്പോഴും അറിയില്ല. നമുക്ക് ഒരു വചനം നമ്മൾ ബൈബിളിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ടാവും, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ നമ്മളുടെ ശരീരം മുഴുവൻ അത് പ്രകാശിക്കും. ഇനി കണ്ണ് ദോഷകരമാണെങ്കിലോ, നമ്മുടെ ആ കാഴ്ച ദോഷകരമാണെങ്കിലോ നമ്മുടെ ശരീരത്തെ മുഴുവൻ അത് ഇരുട്ടിലാക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ശരീരം അല്ലെ നമ്മൾ തന്നെ പ്രകാശിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട്, ശരിയായ കാഴ്ച നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരൻസ് ശരിക്കും നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഗൈഡൻസോടു കൂടി വേണം നമ്മൾ ടി വിയും ഇൻ്റർനെറ്റും ഒക്കെ നോക്കിക്കാണുവാനായിട്ട്. പിന്നെ നമ്മൾ തന്നെ കാണുന്ന ഒരു സമയം വരികയാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ളതെല്ലാം കാണും, ചപ്പുചവറെല്ലാം കാണും. എത്ര സമയം വേണം ഉപയോഗിക്കണം നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ പഠനം, മറ്റ് നമ്മളുടെ കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു 24 മണിക്കൂറിനെ, നമ്മുടെ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിലപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വിവേകം തരുന്നത്, ആ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത് ശരിക്കും നമ്മളുടെ മാതാപിതാക്കളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നമുക്കൊരു റെസ്ട്രിക്ഷൻ നമുക്ക് തോന്നും, പക്ഷേ അതൊരു പക്വമായ അവരുടെ ഒരു ഇടപെടൽ മാത്രമാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രോഗ്രാംസ് ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നമ്മൾ മുമ്പ് നിങ്ങൾ ചോദിച്ച അതേ ചോദ്യത്തിന് തുടർച്ചയായിട്ട് വേണം ഇതിനെ പറയാൻ. കാരണം
നമുക്ക് കുട്ടികളായിരിക്കും നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല ഏതൊക്കെയാണ് നല്ല പ്രോഗ്രാംസ്. അങ്ങനൊരു നമുക്ക് ഡിഫറൻസിയേഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ അധ്യാപകർ, പിന്നെ നമുക്ക് മുതിർന്നവരായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സഹായം വഴിയൊക്കെ നമുക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റ് എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുന്ന ഇൻ്റർനെറ്റും ടി വിയും മാത്രമാണ്. പക്ഷേ മാധ്യമങ്ങളതല്ല. മാധ്യമങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പോലും കമ്മ്യൂണിക്കേഷന് നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. ശരിക്കും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് മീഡിയം അല്ലെ മാധ്യമമായിട്ട് വരുന്നത്. അപ്പോൾ പത്രങ്ങൾ, നല്ല ബുക്കുകളൊക്കെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളാണ്. അപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് ആവാം, നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മളുടെ മുതിർന്ന ആൾക്കാർ നമ്മളെ സഹായിക്കും. ഈ ടി വി പ്രോഗ്രാം ആണെങ്കിലും അതെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെയാണ് വായിക്കേണ്ടത്. ഇപ്പം പത്രമാണെങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു പത്രത്തിൽ മാത്രം വരുന്ന ഒരു വാർത്ത നമ്മൾ ഒരിക്കലും അത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു വാർത്തയുടെ ശരിയായ കാര്യം നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ 5 പത്രങ്ങളോളം ചിലപ്പം വായിക്കേണ്ടി വരും. കാരണം ഇഷ്ടം പോലെ പത്രങ്ങളും ഇഷ്ടം പോലെ മാഗസിനുകളും നമുക്ക് അവൈലബിൾ ആണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വായനാശീലം കഴിവതും കുറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വായിച്ചും നമുക്ക് ഇങ്ങനെ വളരാൻ പറ്റും. മാധ്യമങ്ങളെ അങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വിദ്യാഭ്യാസത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ചാനലുകൾ ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കാണുമ്പോഴാണെങ്കിലും നമുക്കറിയാം ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്, ഇത് ശരിയാണോ തെറ്റാണോ. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ദൈവം തന്നിരിക്കുന്ന ഒരു മനസാക്ഷി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമുക്ക് നമ്മളുടെ കാഴ്ചയെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പലരിലൂടെയുള്ള സഹായത്താലും നമ്മളുടെ തന്നെ മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുന്നതിലൂടെയുമൊക്കെയാണ് നമ്മൾ നല്ലതെന്താണെന്ന് തിരിച്ചറിയുന്നത്. ഇനി നമ്മൾ നല്ലത് തിരിച്ചറിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുന്നവരുമായിരിക്കണം. കാരണം നമ്മൾ വചനത്തിൽ പറയുന്നത് നമ്മൾ പറയില്ലേ, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ വിളക്കാകുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ പ്രകാശം ഉൾക്കൊള്ളുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പ്രകാശത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ അത് ഇരുട്ടിലേക്ക് നോക്കുന്നവർ നമ്മുടെ ശരീരം മുഴുവൻ നമ്മൾ ഇരുട്ടാവാനായിട്ട് ഇടയാവും. അപ്പോൾ അതുകൊണ്ട് പ്രകാശത്തിലേക്ക് ഒരു നോട്ടം നമുക്ക് വേണം. അത് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നെ നമുക്ക് നിക്ഷേപിച്ച് തന്നിട്ടുണ്ട്. ശരിയായതാണ്, ഞാൻ ശരിയായ വഴിയിലൂടെയാണോ പോകുന്നത്. നമ്മൾ വചനം പറയും, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേക്ക് പോവുക. പലപ്പോഴും തെറ്റിലേക്ക് ചായാനുള്ള വലിയൊരു അവസരം ഇന്നത്തെ മാധ്യമം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിവേകമുള്ളവരായിട്ട്, ജ്ഞാനമുള്ളവരായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ആൻറ്റി, വീഡിയോ ഗെയിംസ് നല്ല എൻ്റർടൈൻമെൻ്റ് അല്ലേ? അതിനെന്താ കുഴപ്പം? ഇന്നത്തെ കുട്ടികൾ ഒരുപാട് വീഡിയോ ഗെയിംസിന് അഡിക്റ്റാണ്. അവർ വിചാരിക്കുന്നത് ഇപ്പം പല വീഡിയോ ഗെയിംസും ഉപയോഗിക്കുമ്പോഴത്തേക്കിനും ആൾക്കാർ പരസ്യമായിട്ട് പറയുന്നത് ഇന്ന വീഡിയോ ഗെയിം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടാം, നിങ്ങളുടെ അറ്റൻഷൻ കൂടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സ്കില്ല് കിട്ടും. അങ്ങനെ പല പല സ്കില്ലുകളൊക്കെ അവരിങ്ങനെ വിശദീകരിച്ച് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ഈ വീഡിയോ ഗെയിംസ് സഹായകമാണെന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ് പലപ്പോഴും വരാറുണ്ട്. പക്ഷേ നമ്മളിപ്പം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ അവർ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഞങ്ങളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. അതായത് സമഗ്രമായ ഒരു വളർച്ച ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ഓർത്ത്, വീഡിയോ ഗെയിംസ് കാണുമ്പോൾ നമ്മളുടെ ഇത്തരം സമഗ്രമായ വളർച്ച ലക്ഷ്യം വെക്കാൻ നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ സമഗ്രമായ വളർച്ച നമുക്ക് ഉണ്ടാവില്ല. അതായത് വെറുതെ ഒരു ഗെയിമിൻ്റെ ഫ്രണ്ടിലിരുന്ന്, അല്ലെങ്കിൽ ടി വിയുടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയോ ഫ്രണ്ടിലിരുന്ന് യാതൊരു ശാരീരികമായിട്ടുള്ള അനക്കങ്ങളും ഇല്ലാതെ, യാതൊരു എക്സസൈസും ഇല്ലാതെ ഇങ്ങനെ ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ വീഡിയോ ഗെയിംസിനുള്ളത്. അപ്പോൾ നമ്മളുടെ മാനസികമായ വളർച്ച വരുന്നില്ല, പിന്നെന്താ വൈകാരികമായ വളർച്ച വരുന്നില്ല, അപ്പം നമ്മളുടെ ബൗദ്ധികമായ വളർച്ച അധികം വരുന്നില്ല. ജസ്റ്റ് നമ്മൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇപ്പോൾ ഒരു റേസിംഗ് കാർ പോയാൽ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങനെ അങ്ങോട്ടൊരു ഫാൻറ്റസിയും ഒരു ക്രേസി ആയിട്ട് നമ്മളങ്ങ് പോവുകയാണ്. അത് ഒരു കാര്യം. അപ്പോൾ നമ്മളുടെ ഒരു സമഗ്രമായ വളർച്ച നമുക്ക് നടക്കത്തില്ല. അപ്പോൾ നമ്മളുടെ മെമ്മറി അല്ലെ ഇങ്ങനത്തെ അറ്റൻഷൻ സ്കിൽ ഇതൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് വീണ്ടും സഹായകമാകുന്ന ഒരുപാട് കളികൾ ശരിക്കും വേറെയുണ്ട്. അവധിക്കാലം മുഴുവൻ നമ്മൾ ചിലപ്പോൾ അത്തരം കളികളിലേക്ക് നമ്മൾ തിരിയണം. ചെസ്സ് നമുക്ക് കളിക്കാം, ക്യാരംസ് കളിക്കാം, ഓടിയുള്ള പല പല കളികളുണ്ട്. അപ്പോൾ നമ്മളുടെ കായിക അഭ്യാസം ശരിക്കും നമ്മളുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്കും നമ്മുടെ മനസ്സിൻ്റെ വളർച്ചയ്ക്കും നമ്മളുടെ വൈകാരിക വളർച്ചയ്ക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളെപ്പോഴും മറക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇന്നത്തെ വീഡിയോ ഗെയിംസിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആക്രമണ സ്വഭാവമുള്ള, അതായത് ഒരു വീഡിയോ ഗെയിംസ് ചിലപ്പം കാണിക്കുന്നത് ഒരാളെ ഷൂട്ട് ചെയ്ത്
അയാളെ ഒരു കൊന്ന് അതിൽ നിന്ന് ബ്ലഡ് വരുന്ന കണ്ടിട്ട് സന്തോഷിക്കുന്ന തരത്തിലുള്ള, അപ്പോൾ ഒരാളിരുന്ന് വീഡിയോ ഇത് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അറ്റാക്കിങ്, അങ്ങനെ വയലൻസിനെ കൂടുതൽ പർവ്വതീകരിക്കുന്ന അനേകം ഗെയിംസ് ഇന്നുണ്ട്. അതൊക്കെയാണ് ടോപ്പ് 10 ഗെയിമുകളിൽ നമ്പർ 1ഉം നമ്പർ 2ഉം ആയിട്ട് നിൽക്കുന്ന പല ഗെയിംസ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ഗെയിംസ്. അപ്പം ശരിക്കും ഒരു നമ്മളുടെ സദാചാര വിരുദ്ധമായ പല കാര്യങ്ങൾ കൊണ്ടുവരുന്ന അനേകം വീഡിയോ ഗെയിംസ് നമ്മളുടെ ഇടയിലുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്നതിലൂടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് നമ്മൾ ശരിക്കും അബ്സോർവ് ചെയ്യും. നമ്മളൊക്കെ ഇപ്പം പഠിക്കുന്ന, നിങ്ങൾക്കറിയാം CBSE സ്കൂളുകളിലും ഒക്കെ ഇപ്പം സ്മാർട്ട് ബോർഡുകളാക്കി അല്ലേ. നിങ്ങളെ ഇപ്പോൾ ഒരു ജോമെട്രി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക നിങ്ങളോട് ത്രികോണത്തെ പറ്റി പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ വിഷ്വലായിട്ട് കാണിക്കുമ്പോൾ ദർ ഈസ് ആൻ ഇമ്പാക്റ്റ്. അതിനകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്, അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് നിങ്ങളിൽ. എന്ന് പറഞ്ഞതുപോലെ വീഡിയോ ഗെയിംസ് കാണിക്കുമ്പോൾ നമ്മൾ ആ വിഷ്വൽ എഫക്റ്റ് ശരിക്കും നമ്മളെ ബാധിക്കുകയും അത് നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിക്കുകയും പിന്നീട് നമ്മളുടെ പ്രവർത്തികളിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ അത് വ്യാപരിക്കുകയും ചെയ്യും. അത് പിന്നീട് നമ്മളെ അതാക്കി മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിലുള്ളത് കൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ വളരെ സൂക്ഷിച്ചെന്ന് മാത്രമല്ല കഴിവതും വീഡിയോ ഗെയിംസിന് ഉപയോഗിക്കാതിരിക്കുക. അവധിക്കാലങ്ങളിലും അല്ലെ നമുക്ക് കിട്ടുന്ന മറ്റ് അവസരങ്ങളിലുമൊക്കെ നല്ല നല്ല കായിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉണർവ് നൽകുന്ന മറ്റ് കളികൾ കളിക്കാനാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആൻറ്റിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ TV കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു തീരുമാനം എടുക്കാം. നമ്മൾ ഈ ഹോളിഡേയ്സിന് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ടാലൻ്റ് ഉണ്ട് അല്ലേ. നമ്മൾ ആ ടാലൻറ്റ് കുറച്ചും കൂടെ വലുതാക്കാം. നമുക്ക് ചിലവർക്ക് കളിക്കണമാവാം, അതിനുള്ള കോച്ചിങ്ങിന് പോവാം, ചിലവർക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ എന്ത് നമ്മളുടെ ടാലൻ്റ് ഉണ്ടോ ആ ടാലൻറ്റ് കുറച്ചും കൂടി വലുതാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിന് മുമ്പ് ഇന്നത്തെ വചനവും സുഹൃത്തും ഏറ്റു പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ഓക്കെ, ഇനി സുഹൃത്ത് ജപം. ഈശോയെ ഞങ്ങൾക്ക് വിശുദ്ധി നൽകണമേ. ഓക്കെ. ഇനി നമുക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മാമ്മക്ക് ഇന്ന് നമ്മളോട് പറയാനുള്ളത് വിശുദ്ധ പാതിരി പിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വേഗം വചനവും സുഹൃത്തും ഏറ്റു പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ
എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. പിതാവിൻ്റേതല്ല. പ്രത്യുത പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകത്തിൻ്റേതാണ്. ഓക്കെ, ഇനി സുഹൃതജപം. ഈശോയെ ഈശോയെ ഞങ്ങൾക്ക് വിശുദ്ധി നൽകണമേ. ഞങ്ങൾക്ക് വിശുദ്ധി നൽകണമേ. ഓക്കെ. വിശുദ്ധ പാദ്രി പിയോയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പാദ്രി പിയോ ജനിച്ചത് ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ. ഗ്രാസിയോ ജുസെപ്പ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. ഇവൻ ജനിച്ച ഉടനെ തന്നെ ഇവർക്ക് മാമോദീസ മുക്കണമെന്ന് തോന്നി. ഒരു മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി ഫ്രാൻസിസ് എന്ന് പേരിട്ടു. ഫ്രാൻസിസ് എന്ന് പേരിടാൻ കാരണം ഫ്രാൻസിസ് അസീസിയോട് ഇവർക്ക് വലിയ ഭക്തി ഉണ്ടായിരുന്നു. ആ ഫ്രാൻസിസിനെ അനുകരിച്ചുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത്. തന്നെയല്ല, അമ്മ എപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ട് നടന്നിരുന്നു. മാതാവിനോട് വലിയ ഭക്തിയായിരുന്നു അമ്മയ്ക്ക്. അമ്മയെ അനുകരിച്ചാണ് ഈ മകൻ വളർന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഈ മകൻ നിലത്ത് പായ വിരിച്ചിട്ട് തലേണയ്ക്ക് പകരം ഇഷ്ടിക വെച്ച് കിടന്ന് ഇങ്ങനെ കിടക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ 5 വയസ്സേ ഉള്ളന്ന്. അപ്പോൾ മകനോട് ചോദിച്ചു, എന്താ മകനെ ഇങ്ങനെ കിടക്കണത് നീ? അപ്പോൾ പറഞ്ഞ്, അമ്മേ, നമ്മളെ ചുറ്റും ഒത്തിരി പാപികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെറുപ്പം മുതലേ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രി പിയോ. 5 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വൈദികനാകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അപ്പനോടത് പറഞ്ഞു. പക്ഷെ അപ്പന് പഠിപ്പിക്കാനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബമായിരുന്നു. അപ്പോൾ അപ്പൻ എങ്ങനെയെങ്കിലും ഈ മകനെ പഠിപ്പിക്കണം, വൈദികനാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പുള്ളി ഒത്തിരി കഷ്ടപ്പെട്ടാണ് പണം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇവനെ പഠിപ്പിച്ച് 18 വയസ്സായപ്പോൾ ഒരു സന്യാസാശ്രമത്തിൽ, അതായത് കപ്പുച്ചിൻ ആശ്രമത്തിൽ പോയി ചേർന്ന്. അവിടെ കൊണ്ടുപോയി ചേർത്ത് അവിടെ വൈദികനാകാനുള്ള പഠനം തുടങ്ങി. പക്ഷേ പുള്ളിക്ക് ഒത്തിരി ശാരീരിക പീഡ ഉണ്ടായിരുന്നു. അതായത് പല അസുഖങ്ങൾ മൂലം പഠിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ തടസ്സമായിരുന്നെങ്കിലും ആ തടസ്സം പ്രാർത്ഥന കൊണ്ട് നീക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നന്മ ചെയ്യാനും ഒരുപാട് തീക്ഷ്ണതയുള്ള ഒരു മകനായിരുന്നു ഈ പാദ്രി പിയോ. വൈദികനാകാൻ പഠിച്ച് 21 വയസ്സിൽ വൈദികനായി. വൈദികനായി കഴിഞ്ഞപ്പോൾ ശാരീരിക പീഡ അത് വളരെ ഏറെയായി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് തന്നെ ഈ പഞ്ചക്ഷതങ്ങൾ കൈകളിലും കാലുകളിലും അതുപോലെ തന്നെ നെഞ്ചത്തുമൊക്കെ മുറിവുകൾ, രക്തം ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കും. വേദന, നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ ആരോടും പറയാതെ സ്വയം സഹിച്ചുകൊണ്ടാണ്. പക്ഷെ എങ്ങനെയോ മറ്റുള്ളവരിത് അറിഞ്ഞ്, അച്ഛന്മാരങ്ങനെ എന്നെ അപ്പം തന്നെ റോമിലേക്ക് അയച്ച്, ഫോട്ടോ എടുത്ത് റോമിലേക്ക് അയച്ച്. അവിടെ നിന്ന് 3-4 ഡോക്ടേഴ്സും അതിന് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള പല ആളുകളും വന്ന്. അങ്ങനെ പിയോ അച്ഛനെ, പിയോ എന്നാക്കി പിന്നെ പേര്, പിയോ അച്ഛനെ ഒരുപാട് ഇവരൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഇത് സാധാരണ മുറിവല്ല. സാധാരണ മുറിവാണെങ്കിൽ എങ്ങനെയാണ് അത് പഴുക്കും അല്ലേ, അതുപോലെ നീര് വന്ന് വീർക്കും. ഇതങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം 1 കപ്പ് രക്തമാണ് കയ്യിൽ നിന്നും കാലിൽ നിന്നുമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ആരോടും പറയാതെ ഗ്ലൗസ് ഇട്ട് കൊണ്ടാണ് കുർബാന ചൊല്ലിയിരുന്നതും എല്ലാം. പക്ഷെ ആളുകൾക്ക് മനസ്സിലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇത് പഞ്ചക്ഷതമാണെന്നുള്ളത് മനസ്സിലായിരുന്നു. ഈ പഞ്ചക്ഷതം എത്ര നാളത്തേക്കാണെന്നോ,
50-ലേറെ കൊല്ലമാണ് ഇത് അനുഭവിച്ചത്. ഈ ശാരീരിക പീഡ തന്നെയല്ല, അതുമൂലമുള്ള മാനസിക പീഡയും ഒത്തിരി അനുഭവിക്കേണ്ടി വന്നു. കാരണം എന്താണ്? ആളുടെ കളിയാക്കും, അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയും. അങ്ങനെ ഒരുപാട് മാനസികമായിട്ടും പീഡ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ആരെയും കുറ്റപ്പെടുത്താതെ കിട്ടുന്ന സമയം മുഴുവനും പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച്, അതും കൊന്ത ചൊല്ലിയുള്ള പ്രാർത്ഥന, മാതാവിനോടുള്ള ഭക്തി, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. തന്നെയല്ല, കുമ്പസാരക്കൂട്ടിൽ മണിക്കൂറുകളോളം ഇരിക്കും. പാപികൾ വന്നു കഴിഞ്ഞാൽ അവർ പറയാത്ത പാപങ്ങൾ പോലും അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് പോലും പാപമോചനം കൊടുക്കുമായിരുന്നു. അങ്ങനെ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കാനായിട്ടൊന്നും ഒരു മടിയുണ്ടായിരുന്നില്ല. എത്ര അസുഖമാണെങ്കിലും കുമ്പസാരക്കൂട്ടിൽ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് തന്നെ മണിക്കൂറുകളാണ്. വെളുപ്പിന് 5 മണിക്കുള്ള കുർബാനയ്ക്ക് വേണ്ടി 2 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് അന്യരാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾ വന്ന് ഹോട്ടലിലും സത്രങ്ങളിലൊക്കെ താമസിക്കും. എന്നിട്ട് ആ 5 മണിയാവുമ്പോൾ ഓടി ആ ഗേറ്റിനടുത്ത് ഡോറിനടുത്ത് വന്ന് നിൽക്കുകയാണ്. കപ്പ്യാർ വന്ന് തുറക്കുമ്പോൾ തന്നെ ആളിങ്ങനെ എരച്ച് കയറിയാണ് പള്ളിയുടെ അകത്തോട്ട് കയറുന്നത്. ഈ കുർബാന എത്ര മണിക്കൂറാണെന്നറിയാമോ? 3 മണിക്കൂർ സമയമാണ് കുർബാനയ്ക്ക് ചെലവഴിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ വിശുദ്ധൻ മിക്കവാറും സമാധിയിലായിപ്പോവും. ഈ സമാധിയുടെ സമയത്ത് ജനങ്ങളും അതുപോലെ തന്നെ അതിൽ ലയിച്ചിരിക്കും. ഈ 3 മണിക്കൂർ സമയം പോണത് ആരും അറിയില്ല. അത്രമാത്രം ആ ഒരു തീഷ്ണതയോടുകൂടിയാണ് ആ ബലിയർപ്പണം. ഇങ്ങനെ ആയപ്പോൾ അധികാരികൾ സമയം ഇത്രമാത്രം പാടില്ല, 1.5 മണിക്കൂറായിട്ട് ചുരുക്കണം എന്നൊക്കെ പറഞ്ഞു. അത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അതനുസരിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. 1.5 മണിക്കൂർ ആക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു വിശുദ്ധൻ. ഈ വിശുദ്ധൻ്റെ ശരീരം ഇന്നും അഴുകാതിരിക്കുകയാണ്. അതായത് അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി കഴിഞ്ഞ മെയ് മാസത്തിൽ. അതായത് തലേ ദിവസം മരിച്ച ഒരാളുടെ ശരീരം എങ്ങനെയായിരിക്കും, അതുപോലെ അത്രമാത്രം പ്യുവറായിട്ടാണ്. ആ കളറിന് പോലും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഒരു യൂറോപ്യൻ എന്തുമാതിരി ആ ശരീരവും അതുപോലെ തന്നെ ആ മുഖത്തുള്ള ആ തേജസ്സും നമ്മൾ കാണുമ്പോൾ തന്നെ ആ വിശുദ്ധനെ പറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ ഒരു സംതൃപ്തിയാണ് തോന്നുന്നത്. വിശുദ്ധൻ്റെ ജീവിതം സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഒരുപാട് പാപികളെ മാനസാന്തരപ്പെടുത്തി ഒരുപാട് മനുഷ്യർ വളരെ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ഒക്കെ ജീവിക്കാൻ തുടങ്ങി. പല കുടുംബങ്ങളും അതുപോലെ തന്നെ ആകാൻ തുടങ്ങി. ഈ നാളുകളിലാണ് വിശുദ്ധൻ്റെ അതായത് ഏതാണ്ട് 58 ഏതാണ്ട് വർഷമേ ആയിട്ടുള്ളൂ വിശുദ്ധനായിട്ട്. അപ്പോൾ ആ വിശുദ്ധനെ നമുക്കെപ്പോഴും ഓർക്കാം, വിശുദ്ധനോട് പ്രാർത്ഥിക്കാം, ദൈവസ്നേഹത്തിൽ നമുക്ക് നിറഞ്ഞ് ജീവിക്കാം. ഈ വിശുദ്ധൻ 2-ാം ഫ്രാൻസിസ് അസീസി എന്നാണ് വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായതുകൊണ്ട് കൊന്ത എപ്പോഴും കയ്യിൽ നിന്ന് മാറ്റാതെ കൊന്ത ചൊല്ലിക്കൊണ്ട് നടക്കുമായിരുന്നു. 40 കൊന്തയൊക്കെയാണ് ഒരു ദിവസം ചൊല്ലിക്കൊണ്ടിരുന്നത്. അത്രമാത്രം കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്ന ആ വിശുദ്ധനെയാണ് നമ്മൾ ഇന്ന് കേട്ടത്. എന്ത് തോന്നുന്നത് നിങ്ങൾക്ക്? പ്രാർത്ഥിക്കണമെന്ന് തോന്നണുണ്ടോ വിശുദ്ധനോട്? എന്നും പ്രാർത്ഥിക്കണം. നമുക്കും പ്രാർത്ഥനയുടെ ഒരു അനുഭവം കിട്ടാനും അതുപോലെ തന്നെ ദിവ്യബലിയിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും പങ്കെടുക്കുമെങ്കിലും അതിൽ സജീവമായിട്ട് പങ്കെടുക്കാനും ഒക്കെ വിശുദ്ധനോട് പ്രാർത്ഥിക്കണം.
കണ്ട ഫോട്ടോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിച്ചോ? ആ, ശ്രദ്ധിച്ചു. ഒരു ബൈബിൾ, ഒരു മൊബൈൽ ഫോൺ, പിന്നെ ഒരു കണ്ണട. ഓക്കെ, ഇത് മൂന്നും എന്താ ഡിനോട്ട് ചെയ്യണത്? ഒരു കണ്ണട എന്താ ഡിനോട്ട് ചെയ്യുന്നത്? കണ്ണട എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താ ഓർമ്മ വരുന്നത്? കാഴ്ച അല്ലേ? അതേപോലെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ദൈവവചനം. മൂന്നാമത് കണ്ടത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, അതായത് മൊബൈൽ ഫോൺ, വിച്ച് ഇസ് മീഡിയ അല്ലേ? നമ്മൾ ഈ മൊബൈൽ ഫോണിലൂടെ ഇന്ന് ഒത്തിരി നമ്മളുടെ മീഡിയനായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താ നമ്മൾ ശ്രമിക്കേണ്ടത്? ഈ ദൈവവചനം അടിസ്ഥാനമാക്കിയിട്ട് നല്ല കാഴ്ചകൾ കാണണം. നമുക്കിന്ന് ആൻറ്റി പറഞ്ഞു തന്നു അത് എങ്ങനെയാണെന്ന് അല്ലേ? അപ്പം നല്ല കാഴ്ചകൾ കണ്ട് ഡെയിലി ലൈഫിൽ നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനും ശ്രമിക്കണം. ചെയ്യോ? സ്കൂൾ ബാഗ് വേണം. വരൂ, കാണിച്ചു തരാം. ഇതെന്താ വില? 1200 രൂപ. മോനെ, അപ്പ ദേ ഇത് കൊള്ളാം. ഇതാണോ മോൻ ഇഷ്ടമായത്? ഇതെന്താ വില? 2850. ഇത്രയും വിലയുള്ളത് വേണോ മോനെ? എനിക്കത് മതി. അതല്ലേ നല്ലത്. വേണ്ട, എനിക്ക് ഇത് തന്നെ മതി. ഇത് പോരെ മോനെ? എനിക്കിത് മതി. ബാഗ് എടുത്തട്ടാ. വിൻസെന്റ് ചേട്ടാ, എത്രയാണ്? 2850. 2850. ഹായ്. ഹായ്. എന്താ വേണ്ടേ? കുട്ടികൾക്ക് പറ്റിയ ബാഗ് ആ ബാഗ് ഒന്ന് കാണിച്ചു. സ്കൂൾ ബാഗ്. ആ ചേട്ടാ, നല്ലൊരു സ്കൂൾ ബാഗ് നോക്കി എടുത്തു കൊടുത്തേ. നോക്കടാ. ഹലോ, ആ എന്താ ഇത്? ഇതായല്ലോ. ആ ആ കുറച്ചും കൂടി വില പറഞ്ഞാൽ മതി. കാണിക്കാം. ഇത് പുതിയ ഫാഷനാ. ഇത് വേണ്ട, ഇതിനും കുറഞ്ഞില്ലേ? വേറെ നോക്കാം. എത്രയായി? 500. അത്രയല്ല, കുറച്ചും കൂടി നല്ല എടുത്തുവിടായിരുന്നടാ. ഇത് മതി. എത്ര വിൻസെന്റ് ചേട്ടാ? 500. ബാക്കി. ശരി, താങ്ക് യു. ദേ നോക്കിയേ, പിശുക്കൻ. അപ്പൻ്റെ കയ്യിൽ പൂത്ത കാശാണ്, എന്നാലും ഏറ്റവും വില കുറഞ്ഞ നോക്കിയേ വാങ്ങിക്കൂ. നീ എന്തിനാടാ ഇങ്ങനെ പിശിക്കണ? എടാ, സാമിൻ്റെ അച്ഛന് ക്യാൻസറാടാ. അവൻ്റെ ഫാമിലി പൈസക്കായി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡാ, അതും ഇതായിട്ട് എന്താ ബന്ധം? അല്ലടാ, വില കൂടിയ ബാഗും തൂക്കി എങ്ങനെയാടാ ഞാൻ അവൻ്റെ ഉമ്മി നടന്നു പോവാ? എൻ്റെ ബാഗ് കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പുതിയ ബാഗ് വാങ്ങിക്കില്ലായിരുന്നു. ഇപ്പോൾ വിഷ്വലിൽ കണ്ട കാര്യം നമ്മളുടെ എപ്പോഴും സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ. നമ്മുടെ പേരൻസ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ് നമ്മുടെ സ്കൂൾ തുറക്കുമ്പോൾ.
കാര്യം അവർക്ക് എന്തായാലും നമുക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഫീസ്, നമ്മുടെ ബുക്സ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ആവശ്യമില്ല, ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ബാഗ്, ചിലപ്പോൾ ഒരു പുതിയ ഷൂ ഒക്കെ ആവശ്യമായിരിക്കും. അങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വില കുറഞ്ഞത്, അവർ സ്ട്രഗിൾ ചെയ്യാമെന്ന് നമ്മൾ അത് ട്രൈ ചെയ്യണം, അവരുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ. അതനുസരിച്ച് കുറച്ച് വില കുറഞ്ഞത് മേടിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അത്ര അത്യാവശ്യം അല്ലെങ്കിൽ മേടിക്കാണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി നേരത്തെയാണ് ഇത് പറയാനായിട്ട്. സ്കൂൾ ഓർക്കുന്ന സമയമാകുമ്പോൾ ഇത് മറക്കുമോ? ഇല്ല, ഓർക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കണം. നമ്മൾക്കിപ്പോൾ ഈ വീഡിയോയിൽ ആ സാമിൻ്റെ ഫാദറിനോട് സത്യം പറഞ്ഞത് കണ്ടപ്പോൾ വിഷമമായില്ലേ? അപ്പോൾ അതേപോലെ നിങ്ങളുടെ പേരൻസും ചിലപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവും. അപ്പോൾ ഇനി അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ വചനവും സുകൃതവും ഏറ്റു പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ഓക്കെ, ഇനി സുകൃത ജപം. ഈശോയെ ഞങ്ങൾക്ക് വിശുദ്ധി നൽകണമേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നമ്മളൊരു തീരുമാനം എടുത്തു, ഈ ഹോളിഡേയ്സ് നമ്മൾ കുറച്ചും കൂടെ ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ, മീഡിയയിൽ, അതായത് ടി വിയും ഫോണും മാത്രമല്ലാണ്ട് കുറച്ചുകൂടെ ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നൊരു തീരുമാനം എടുത്തു അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വചനവും സുകൃതജപവും ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.